ടിബറ്റുകാരുടെ ആത്മീയ നേതാവായ ദലൈ ലാമ പുനർജനിക്കാൻ പോകുന്നു. അതെ, കേട്ടതെല്ലാം സത്യമാണ്. ചിലപ്പോൾ ഒരു ഇന്ത്യൻ കുഞ്ഞായിട്ടായിരിക്കാം അദ്ദേഹം പുനർജനിക്കുന്നത്. ഒരുപക്ഷെ അത് ഇന്ത്യ ചൈന യുദ്ധത്തിലേക്ക് വരെ വഴിവെച്ചേക്കാം. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ദലൈ ലാമയുടെ പുനർജന്മത്തെക്കുറിച്ചും എങ്ങനെയാണ് ഈ പുനർജനിച്ച ബാലനെ ഇവർ കണ്ടെത്തുന്നത് എന്നതിനെക്കുറിച്ചും എല്ലാത്തിനും അപ്പുറത്തേക്ക് എങ്ങനെ ഈ ഒരു പുനർജന്മം ഇന്ത്യ ചൈന യുദ്ധത്തിലേക്ക് വരെ വഴിവെക്കും എന്നതിനെക്കുറിച്ചുമൊക്കെയാണ്. വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ് ഓഫ് ലു ഹിയർ. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പ്രധാനമായിട്ടും നോക്കാൻ പോകുന്നത് ആരാണ് ഈ ദലൈ ലാമ, എന്താണ് ടിബറ്റിലെ ബുദ്ധമത വിശ്വാസികൾക്കിടയിൽ അദ്ദേഹത്തിനുള്ള പ്രാധാന്യം, അദ്ദേഹത്തിൻ്റെ പുനർജന്മം എങ്ങനെയാണ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്, അതിന് ഒരുപടി മുകളിലായിട്ട് ഇന്ത്യയും ചൈനയും ടിബറ്റും ഒക്കെ കൂടെ ചേർന്നുകൊണ്ട് ദലൈ ലാമയുമായി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രശ്നങ്ങൾ എന്തെല്ലാമാണ്, എങ്ങനെയാണ് ഇത് കഴിഞ്ഞുപോയ ഒരു യുദ്ധത്തിലേക്ക് നയിച്ചത്, ഇനി ഒരു പക്ഷേ ഒരു യുദ്ധത്തിലേക്ക് നയിക്കാനുള്ള കാരണങ്ങൾ ഇവിടെ എന്തെല്ലാമാണുള്ളത്, അതുപോലെ തന്നെ ഇനി അടുത്തൊരു ദലൈ ലാമയെ തിരഞ്ഞെടുക്കുന്ന പ്രൊസീജിയേഴ്സ് എന്തെല്ലാമാണ്. ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. സോ വീഡിയോ പൂർണ്ണമായിട്ടും കാണാൻ വേണ്ടി ശ്രമിക്കുക. നിലവിൽ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ പുതിയ ഭാഷകൾ പഠിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ വലുതാണ്. എസ്പെഷ്യലി ഇംഗ്ലീഷൊക്കെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ ഒരുപാടധികം മെച്ചപ്പെടുത്തുന്ന കാര്യമായിട്ട് അത് മാറി വരുന്നുണ്ട്. തീർച്ചയായിട്ടും അതൊക്കെ തന്നെയും നിങ്ങൾക്കും അറിയുന്ന കാര്യങ്ങളാണ്. ജസ്റ്റ് ഇതൊന്ന് കണ്ടു നോക്കൂ. യെസ്റ്റർഡേ ഐ ഗോട്ട് ഈറ്റ് ഫുഡ് വെരി വെരി ടേസ്റ്റി ബിരിയാണി. ഈ സെന്റൻസിൽ ചില മിസ്റ്റേക്സ് ഉണ്ട്. ഇങ്ങനെ കറക്റ്റായി പറഞ്ഞു നോക്കൂ. ഐ വെന്റ് ഔട്ട് ടു ഈറ്റ് യെസ്റ്റർഡേ. ദ ബിരിയാണി വാസ് റിയലി ടേസ്റ്റി. നിങ്ങൾക്കിത് മനസ്സിലായോ? ഇതിലൂടെ നിങ്ങൾക്ക് 24/7 വളരെ എഫിഷ്യന്റ് ആയിട്ട് അടിപൊളിയായിട്ടുള്ള രീതിയിൽ തന്നെ ഇംഗ്ലീഷ് പഠിച്ചെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ 1000-ലധികം ഇന്ററാക്റ്റീവ് ആക്ടിവിറ്റീസ് ഇതിനകത്ത് വരുന്നുണ്ട്. അതിൽ തന്നെ വെറും 10 മുതൽ 15 മിനിറ്റ് വരെ ഡെയിലി നിങ്ങൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അടിപൊളിയായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിച്ചെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. സോ ഇനിയും ടൈം വേസ്റ്റ് ചെയ്യാണ്ട് സ്മാർട്ടായിട്ട് എഫക്റ്റീവ് ആയിട്ട് കിടിലനായിട്ട് ഇംഗ്ലീഷ് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, അതും വെറും 9 രൂപക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ സൂപ്പർനോവ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. ഇതൊരു ലിമിറ്റഡ് ടൈം ഓഫറാണ്. സോ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ ഏതായാലും ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊരു നല്ല വേ ആണ്. ഞാൻ പേഴ്സണലി യൂസ് ചെയ്ത് നോക്കി, അടിപൊളിയായിട്ടുള്ള ഒരു ആപ്പ് തന്നെയാണ്. സോ താഴെയുണ്ട്. നമുക്ക് ഏതായാലും നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ഏതായാലും ആദ്യം മുതൽക്കേ തന്നെ തുടങ്ങാം. ടിബറ്റിലേക്ക് ബുദ്ധമതം എത്തിച്ചേരുന്നത് AD 7-ാം നൂറ്റാണ്ടിലാണ്. മഹായാന ബുദ്ധിസത്തിൻ്റെ ഒരു ശാഖ എന്ന രീതിയിലാണ് ടിബറ്റ് ബുദ്ധമതം അവിടെ ആരംഭിക്കുന്നത്. വൈകാതെ തന്നെ ടിബറ്റിലൊരു പ്രബല മതം എന്നോണം ഒക്കെ തന്നെയും ഈ ബുദ്ധമതം അവിടെ മാറി വരുന്നുണ്ട്. അവിടെയും നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ വ്യത്യസ്ത ശാഖകളായിട്ടും മറ്റുമൊക്കെ അത് മാറിപ്പോകുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എങ്കിൽ കൂടെയും ടിബറ്റിലെ ബുദ്ധമത വിശ്വാസികൾക്കിടയിൽ അവരുടെ ആത്മീയ ആചാര്യനാണ് ദലൈ ലാമ എന്ന് പറയുന്നത്. കുറച്ചുകൂടെ അവരുടെ ആ ഒരു റിലീജിയസ് രീതിയിൽ പരിശോധിക്കുകയാണെങ്കിൽ കാരുണ്യത്തിൻ്റെ ദൈവമായിട്ടും അതുപോലെ തന്നെ അവലോകേശ്വര അല്ലെങ്കിൽ ലോകേശ്വരയുടെ ഒരു മനുഷ്യരൂപമായിട്ടുമൊക്കെയാണ് ഈ ദലൈ ലാമ എന്ന് പറയുന്ന വ്യക്തി അവർ കാണുന്നത്. സോ അവർക്കിടയിൽ ഇങ്ങനെ ഒരു വ്യക്തിക്കുള്ള സ്വാധീനം എത്രത്തോളം ഇമ്പോർട്ടൻസോടു കൂടിയാണ് ദലൈ ലാമ എന്ന വ്യക്തിയെ അവർ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തെക്കുറിച്ച് ഈ ഒറ്റ കാര്യത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വ്യക്തമായി തന്നെ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അതിൽ തന്നെ AD 1578 അന്നത്തെ മംഗോൾ പടത്തലവനാണ് ആ ഒരു സമയത്തെ ടിബറ്റിലെ ബുദ്ധമതത്തിൻ്റെ ആത്മീയ ആചാര്യനെ ആദ്യമായിട്ട് ദലൈ ലാമ എന്ന് വിളിക്കുന്നത്. ഈ മംഗോൾ ഭാഷയിൽ ദലൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ സമുദ്രമെന്നും ടിബറ്റ് ഭാഷയിലെ ലാമ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മീയ ഗുരു എന്നാണ് അർത്ഥം. അതായത് അറിവിൻ്റെ നിറകുടം അല്ലെങ്കിൽ ഒരുപാടധികം അറിവുള്ളൊരു ആത്മീയ ഗുരു എന്നൊക്കെയാണ് ദലൈ ലാമ എന്ന ഒരു പദത്തിൻ്റെ അർത്ഥം വരുന്നത്. മാത്രമല്ല ഈ ദലൈ ലാമയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടുത്തെ ആളുകൾക്കിടയിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് മറ്റുള്ളവരെ ജ്ഞാനത്തിലേക്ക് നയിക്കാൻ വേണ്ടി ഓരോ ദലൈ ലാമയും പിന്നെയും പുനർജനിച്ചുകൊണ്ടേയിരിക്കും എന്നൊരു കാര്യമാണ്. അങ്ങനെ പുനർജനിച്ച് ഇപ്പോൾ 14-ാമത്തെ ദലൈ ലാമയാണ് ടിബറ്റ് ബുദ്ധമത വിശ്വാസികൾക്ക് ആവശ്യമായിട്ടുള്ള ആത്മീയ നേതൃത്വം എല്ലാം തന്നെ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇനി എങ്ങനെയാണ് ഇവർ ഈ പുനർജന്മം കണ്ടെത്തുന്നത് എന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ചില ആത്മീയപരമായിട്ടുള്ള അടയാളങ്ങൾ, പ്രത്യേകിച്ച് സ്വപ്ന ദർശനങ്ങൾ മറ്റുമൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട്, ജ്യോതിഷമൊക്കെ തന്നെയും ചേർത്ത് വെച്ചുകൊണ്ടാണ് ഇവർ ഈ പുനർജന്മം കൃത്യമായിട്ട് തന്നെ കണ്ടുപിടിക്കുന്നത്. നമ്മളൊക്കെ സംബന്ധിച്ചിടത്തോളം പുനർജന്മം എന്നൊക്കെ പറയുന്നത് കുറച്ചധികം ഒരു വിയേർഡായിട്ടുള്ളൊരു സംഭവമാണല്ലേ. അങ്ങനെയൊക്കെ സംഭവിക്കുമോ അല്ലെങ്കിൽ ഇതൊക്കെ കെട്ടുകഥകളല്ല,
തട്ടിപ്പല്ല എന്ന രീതിയിലൊക്കെ തന്നെയും നമ്മൾ തീർച്ചയായിട്ടും വിചാരിക്കുന്ന ചില കാര്യങ്ങളാണ്. പക്ഷേ ഇവരുടെ ഇടയിലുള്ള ചില പ്രത്യേക തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയും വെച്ചിട്ട് ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തന്നെയാണ് ഈ പുനർജന്മത്തെ കൃത്യമായ രീതിയിൽ ഇവർ കണ്ടെത്തുന്നത്. നമ്മുടെ വീഡിയോയുടെ ഏറ്റവും അവസാന ഭാഗത്ത് ഇനി അടുത്ത ദലൈലാമയെ എങ്ങനെയാണ് ഇവർ കണ്ടെത്തുന്ന കാര്യത്തെക്കുറിച്ച് വിശദമായിട്ട് നമ്മൾ പരാമർശിക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് നിലവിലെ സാഹചര്യത്തിൽ 14ാമത്തെ ദലൈലാമയെ എങ്ങനെയാണ് ഇവർ കണ്ടെത്തിയെന്ന കാര്യത്തെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാം. 13ാമത്തെ ദലൈലാമയുടെ മരണത്തിന് ശേഷം 1933 പുതിയൊരു ദലൈലാമയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിലുകളൊക്കെ തന്നെയും ഇവർ ആരംഭിക്കുന്നത്. ഈ ഒരു സമയത്ത് തന്നെ വടക്ക് കിഴക്ക് ടിബറ്റിൽ നിന്നായിരിക്കും ഈ പുനർജനിച്ച കുട്ടി ഉണ്ടാകുക എന്നൊരു ലക്ഷണങ്ങളൊക്കെ തന്നെയും ഇവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇനി എങ്ങനെയാണ് ലക്ഷണങ്ങൾ ഇവർ കണ്ടെത്തുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ മുൻ ദലൈലാമ, അതായത് 13ാമത്തെ ദലൈലാമ മരിച്ചു കിടന്ന ഒരു ഡയറക്ഷൻ, അതുപോലെ തന്നെ അദ്ദേഹത്തെ ദഹിപ്പിക്കുന്ന അവസരത്തിൽ പുക ഉയർന്നു പൊങ്ങിയിട്ടുണ്ടായിരുന്ന ഡയറക്ഷൻ, ഇതൊക്കെയും വെച്ചിട്ടാണ് ഈ ഡയറക്ഷനുമായി ബന്ധപ്പെട്ട ദിശയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയും ഇവർ കണക്കാക്കി വരുന്നത്. അങ്ങനെ ഒരു സെർച്ച് ടീം 14ാമത്തെ ദലൈലാമയായിട്ടുള്ള ബാലന് വേണ്ടി, അല്ലെങ്കിൽ ആ പുനർജനിച്ച ബാലന് വേണ്ടിയുള്ള അന്വേഷണങ്ങളുമായിട്ട് മുന്നോട്ടേക്ക് പോവുകയാണ്. അങ്ങനെ ആ സന്യാസികളുടെ ഗ്രൂപ്പ് ഏറ്റവും ഒടുവിൽ എത്തിച്ചേരുന്നത് അംദോയിലെ ടക്ട്സർ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ്. അവിടെ അവർക്ക് ലമോ തൊണ്ടുപ്പ് എന്ന് പറയുന്ന ഒരു 2 വയസ്സുകാരൻ ബാലനെ കാണാൻ സാധിച്ചു. ആ കൂട്ടത്തിലുണ്ടായിരുന്ന സന്യാസിമാരെ ഒന്നും തന്നെ ആ കുഞ്ഞിന് യാതൊരു വിധത്തിലുള്ള പരിചയമില്ലാതിരുന്നിട്ട് പോലും ആ കൂട്ടത്തിലുള്ള ഒരു സന്യാസിയെ ആ കുട്ടി തിരിച്ചറിയുന്നുണ്ട്. അതുപോലെ തന്നെ ടിബറ്റിലെ ലാസ ഭാഷയിൽ ആ 2 വയസ്സുകാരൻ ഈ സന്യാസിമാരോട് സംസാരിക്കുന്നുണ്ട്. ആ ഒരു ഗ്രാമത്തിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ തന്നെയും വലിയ അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു, അസ്വാഭാവികമായിട്ട് നടന്ന ചില കാര്യങ്ങളായിരുന്നു. അപ്പോൾ ഈ സന്യാസിമാർ ഈ കാര്യങ്ങളൊന്നും വിശദീകരിക്കാതെ, കുട്ടിയോട് കാര്യങ്ങളൊന്നും പറയാതെ അന്നേ ദിവസം അവിടെ താമസിക്കുകയും അവർ തിരിച്ചു പോയതിനു ശേഷം ചില വസ്തുക്കളൊക്കെ ആയിട്ട് ഈ കുഞ്ഞിനടുത്തേക്ക് പിന്നെയും തിരിച്ചെത്തുകയും ചെയ്യുന്നുണ്ട്. ഈ വസ്തുക്കളുടെ കാര്യം എടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ആ കൂട്ടത്തിൽ 13ാമത്തെ ദലൈലാമ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ചില സ്വകാര്യ വസ്തുക്കൾ കൂടെ ഉണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ ഈ 2 വയസ്സുകാരൻ കുഞ്ഞിൻ്റെ മുന്നിൽ അവർ നിരത്തുന്നുണ്ട്. അതിൽ നിന്നും ഈ 2 വയസ്സുള്ള കുട്ടി കൃത്യമായ രീതിയിൽ തന്നെ മുൻ ദലൈലാമ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് സെലക്ട് ചെയ്യുകയും ഇതെല്ലാം എൻ്റേതാണ് എന്ന് പറയുക കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ ഈ ഒരു പ്രോസസ്സിലൂടെയാണ് 13ാമത്തെ ദലൈലാമയുടെ പുനർജന്മം തന്നെയാണ് ഈ കുഞ്ഞ് എന്ന കാര്യത്തെക്കുറിച്ച് അന്ന് സന്യാസിമാർ, അല്ലെങ്കിൽ ആ ഒരു സെർച്ച് ഗ്രൂപ്പിലുണ്ടായിരുന്ന ആളുകളൊക്കെ തന്നെയും കൺഫേം ചെയ്യുന്നത്. അതിനുശേഷം 1940 ലാസയിലെ കൊട്ടാരത്തിലേക്ക് ഈ കുഞ്ഞിനെ കൊണ്ടുപോവുകയും പിന്നീട് 14ാമത്തെ ദലൈലാമയായിട്ട് വാഴിക്കുകയും കിരീടധാരണം നടത്തുകയൊക്കെ ചെയ്യുകയുണ്ടായി. തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെ തന്നെയും കേൾക്കുമ്പോൾ വളരെയേറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, കുറച്ചധികം ആശ്ചര്യവും അത്ഭുതകരമായിട്ടൊക്കെ തോന്നുന്നില്ലേ? ഇനി അടുത്തതായിട്ട് നമുക്കൊക്കെ തന്നെയും അറിയേണ്ടത് അടുത്ത 15ാമത്തെ ദലൈലാമയെ, അല്ലെങ്കിൽ ഈ 14ാമത്തെ ദലൈലാമയുടെ പുനർജന്മത്തെ എങ്ങനെയായിരിക്കും ഇവർ കണ്ടെത്താൻ പോകുന്നതെന്ന കാര്യത്തെക്കുറിച്ചാണ്. അപ്പം അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇങ്ങനൊരു ദലൈലാമയെ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ ഈ പുനർജന്മവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെല്ലാം പ്രശ്നങ്ങളാണ് അവിടെ നിലനിൽക്കുന്നത്? 2 രാജ്യങ്ങൾ, ചൈനയും ഇന്ത്യയും പരസ്പരം ഏറ്റുമുട്ടുന്ന രീതിയിലേക്ക് പോലും എത്താൻ സാധ്യതയുള്ള വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന കാര്യത്തെക്കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ തന്നെയും ഒരു ആത്മീയ ആചാര്യ എന്ന രീതിയിൽ മാത്രം ഉണ്ടായിരുന്ന ദലൈലാമ പിന്നീട് ടിബറ്റിലേക്ക് ചൈനയുടെ ശക്തമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാകുമ്പോൾ കൈകടത്തലുകൾ നടത്തുന്നതോട് കൂടിയിട്ടൊക്കെ തന്നെയാണ് ആത്മീയ നേതാവ് എന്നതിനും അപ്പുറത്തേക്കൊരു രാഷ്ട്രീയ നേതാവ് എന്നൊരു നിലയിലേക്ക് പോലും മാറി വരുന്നത്. ടിബറ്റിനെ കുറിച്ച് നമ്മൾ കൃത്യമായ രീതിയിൽ തന്നെ ഒന്ന് പഠിച്ചു മനസ്സിലാക്കുകയാണെങ്കിൽ ടിബറ്റിനോട് ഏറ്റവും അധികം അതിർത്തി പങ്കിടുന്ന, ഏറ്റവും അധികം ചേർന്ന് കിടക്കുന്ന രാജ്യം എന്ന് പറയുന്നത് ചൈനയാണ്. ചൈനയിൽ ഏറ്റവും ശക്തമായിട്ടുള്ള ഡൈനാസ്റ്റികളൊക്കെ തന്നെയും വരുന്ന അവസരത്തിലെല്ലാം തന്നെ ടിബറ്റ് ചൈനയുടെ ഭാഗമായിട്ട്, ആ ഒരു ഡൈനാസ്റ്റിയുടെ, ആ ഒരു സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിട്ട് നിലകൊണ്ടിട്ടുള്ളതായിട്ട് നമുക്ക് ചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഈ ഡൈനാസ്റ്റി ക്ഷയിച്ചു തുടങ്ങുമ്പോൾ അതിൻ്റെ ശക്തി വലിയ തോതിൽ തന്നെ ചോർന്നു തുടങ്ങുന്ന അവസരങ്ങളിലൊക്കെ തന്നെയും ടിബറ്റ് അതിൽ നിന്നും മാറിയിട്ട് ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് നിലനിൽക്കുന്നതും നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി കഴിഞ്ഞൊരു നൂറ്റാണ്ടിലെ കാര്യങ്ങൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ 1900കളുടെ തുടക്കത്തിലൊക്കെ തന്നെയും ക്വിൻ ഡൈനാസ്റ്റിയുടെ അണ്ടറിലേക്ക് ടിബറ്റ് എത്തിച്ചേരുന്നുണ്ട്. അതിനുശേഷം 1911 ചൈനീസ് റവല്യൂഷൻ വന്നതോടുകൂടിയിട്ട് രാജഭരണം പൂർണ്ണമായിട്ടും അവസാനിക്കുന്നുണ്ട്. അതോടുകൂടിയിട്ട് ചൈനയിൽ നിന്നും ഒരു സ്വതന്ത്രമായിട്ടുള്ള രാജ്യമായിട്ട് ടിബറ്റ് മാറി വരുന്നുണ്ട്. അതിനുശേഷം പിന്നീട് 1949 ചൈനയിലൊരു കമ്മ്യൂണിസ്റ്റ് റെവല്യൂഷൻ ആരംഭിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെയും ടിബറ്റിന് മേലുള്ള തങ്ങളുടെ അവകാശവാദം ചൈന ഉന്നയിക്കാൻ ആരംഭിക്കുന്നുണ്ട്. അതിനുശേഷം 1950 ചൈന ടിബറ്റിനെ ആക്രമിക്കുകയും പിടിച്ചെടുക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം പിന്നീട് 1951
ടിബറ്റിലെ ഗവൺമെൻറ്റിലെ റെപ്രസെൻറ്റേറ്റീവ്സും അതുപോലെ തന്നെ ചൈനീസ് ഗവൺമെൻറ്റിലെ റെപ്രസെൻറ്റേറ്റീവ്സും എല്ലാം കൂടെ ചേർന്നുകൊണ്ടൊരു യോഗത്തിൽ 17 പോയിന്റ് അഗ്രിമെൻറ്റിൽ അന്ന് ഒപ്പുവെക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അത് പ്രകാരം ടിബറ്റ് പൂർണ്ണമായിട്ടും ചൈനയുടെ അണ്ടറിൽ തന്നെയായിരിക്കും, ചൈനയുടെ കീഴിലുള്ള പ്രദേശമായിരിക്കും. എന്നാൽ ടിബറ്റിലെ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്വയംഭരണ രീതിയിലേക്കൊക്കെ തന്നെയും മുന്നോട്ടേക്ക് പോകാവുന്ന രീതിയിലാണ് ഈ അഗ്രിമെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയും വന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ പറഞ്ഞ രീതിയിൽ ചൈനയുടെ ഭാഗമായതുകൊണ്ട് തന്നെ ചൈനയുമായി ബന്ധപ്പെട്ട ആർമി മിലിറ്ററി ഓഫീസുകളും മറ്റുമൊക്കെ തന്നെയും ടിബറ്റിൽ പ്രവർത്തിക്കുന്നതായിരിക്കും. ഈ ഒരു രീതിയിലാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടായിരുന്നത്. എന്നാൽ ഇത് പിന്നീട് ടിബറ്റിലെ ആളുകളുടെ മേൽ ശക്തമായ രീതിയിൽ ഫോഴ്സ് ചെയ്തുകൊണ്ട് ചെയ്യിപ്പിച്ചെടുത്തിട്ടുള്ള അല്ലെങ്കിൽ ഒപ്പുവെച്ചിട്ടുള്ള ഒരു കരാറാണ്, ഒരു അഗ്രിമെൻ്റ് ആണെന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയുണ്ടായി. വലിയ തോതിൽ തന്നെയുള്ള പ്രതിഷേധം ടിബറ്റിലെ ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഉയർന്നു വരാൻ ആരംഭിക്കുകയാണ്. ഈ സമയത്ത് ചൈനീസ് ഗവൺമെൻറ് അതിശക്തമായ രീതിയിൽ തന്നെ ഈ പ്രതിഷേധങ്ങളെ, പ്രക്ഷോഭങ്ങളെ എല്ലാം തന്നെ അടിച്ചമർത്താനാണ് ശ്രമിച്ചത്. മാത്രമല്ല ഈ ഒരു സമയങ്ങളിൽ ദലൈലാമയുടെ ജീവന് പോലും ഇത് ഭീഷണിയായിട്ട് മാറുമെന്നൊരവസ്ഥയിലേക്ക് പോലും അന്നവിടെ കാര്യങ്ങൾ എത്തിച്ചേരുന്നുണ്ട്. അതോടുകൂടിയിട്ട് 1959 ഏറെക്കുറെ 1 ലക്ഷത്തോളം വരുന്ന അനുയായികളുമായിട്ട് ദലൈലാമ ഇന്ത്യയിലേക്ക് പലായനം ചെയ്യുകയാണ്. അന്ന് ഇരു കൈകളും നീട്ടിക്കൊണ്ട് ചൈനയുടെ എതിർപ്പുകളെ പോലും മറികടന്നുകൊണ്ട് ജവഹർലാൽ നെഹ്റു അവരെല്ലാം തന്നെ സ്വീകരിക്കുകയാണ്. അതുപോലെ തന്നെ ടിബറ്റിലെ കാലാവസ്ഥയോട് സാമ്യമുള്ള കാലാവസ്ഥയുള്ള ഹിമാചൽ പ്രദേശിലെ ധർമ്മശാലയും അതുപോലെ തന്നെ കർണാടകയിലെ കുടക് പോലുള്ള സ്ഥലങ്ങളൊക്കെ തന്നെയും ഈ ആളുകൾക്ക് നൽകുന്ന കാഴ്ചകൾ കൂടെ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേ ഒരു സമയത്ത് തന്നെ ടിബറ്റിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തിയിട്ടുള്ള ദലൈലാമയും സംഘവും ഇവിടെ ഇരുന്നു കൊണ്ടൊരു ടിബറ്റ് ഗവൺമെൻറ് രൂപീകരിക്കുകയും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ടേക്ക് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള വ്യത്യസ്ത കാര്യങ്ങളൊക്കെ തന്നെയും ഒരു ഇന്ത്യ ചൈന പ്രശ്നങ്ങളിലേക്ക് പോലും എത്തിച്ചേരുന്നതും അത് പിന്നീട് ഒരു ഇന്ത്യ ചൈന യുദ്ധത്തിലേക്ക് പോലും എത്തിയിട്ടുള്ളതായിട്ടും ചരിത്രത്തിൽ നമുക്ക് വ്യക്തമായ രീതിയിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇന്നത്തെ സാഹചര്യത്തിലേക്ക് വരുമ്പോൾ ഹിമാചൽ പ്രദേശിലെ ധർമ്മശാലയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ദലൈലാമയും സംഘവും ടിബറ്റുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ടിബറ്റ് ബുദ്ധിസവുമായി ബന്ധപ്പെട്ട ആത്മീയ രാഷ്ട്രീയ പ്രവർത്തനങ്ങളൊക്കെ തന്നെയും ഇന്നും മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ നിലവിലെ ഈ പ്രശ്നങ്ങളിലേക്ക്, ഒരു ഇന്ത്യ ചൈന പ്രശ്നങ്ങളിലേക്കൊക്കെ തന്നെയും ഇത് വഴിവെക്കുമോ എന്ന രീതിയിലേക്കൊക്കെ തന്നെയും കാര്യങ്ങൾ എത്തിച്ചേരുന്നത് നിലവിലെ 14ാമത്തെ ദലൈലാമയ്ക്ക് വ്യത്യസ്ത രീതിയിലുള്ള അസുഖങ്ങളൊക്കെ തന്നെയും വന്നതോടു കൂടിയിട്ടാണ്. അദ്ദേഹത്തിൻ്റെ പ്രായം വലിയ തോതിൽ തന്നെ കൂടിയതോടു കൂടിയിട്ടാണ് അടുത്തൊരു ദലൈലാമ വരുമോ എന്ന കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെയാണ്. ജൂലൈയിലെ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ദലൈലാമ അദ്ദേഹത്തിൻ്റെ 90ാമത്തെ പിറന്നാൾ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. നിലവിൽ അദ്ദേഹത്തിന് വ്യത്യസ്ത രീതിയിലുള്ള അസുഖങ്ങളെല്ലാം ഉണ്ട്. അതോടുകൂടി തന്നെയാണ് അടുത്തൊരു ദലൈലാമയുമായി ബന്ധപ്പെട്ട ചർച്ചകളും അതുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത രീതിയിലുള്ള വിവാദങ്ങളെല്ലാം തന്നെ ഒരുപോലെ ഉയർന്നു വരാൻ ആരംഭിക്കുന്നത്. ചൈനയെ സംബന്ധിച്ചിടത്തോളം ടിബറ്റ് അവർക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രദേശമാണ്. വ്യത്യസ്ത കാര്യങ്ങൾ അതിന് പുറകിലുണ്ട്. ഒരുപാടധികം നദികളുടെ ഉത്ഭവ കേന്ദ്രമാണ്. അതുപോലെ തന്നെ വ്യത്യസ്ത ധാതു ലവണങ്ങളുടെ വലിയൊരു ശേഖരം അവിടെയുണ്ട്. അങ്ങനെ തുടങ്ങി വ്യത്യസ്ത കാര്യങ്ങൾ കൊണ്ടൊക്കെ തന്നെയും ടിബറ്റ് ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ടിബറ്റിൻ്റെ ഒരു ആത്മീയ നേതാവ് എന്ന രീതിയിലൊക്കെ തന്നെയും വരുന്നതുകൊണ്ട് ദലൈലാമ എക്കാലവും അവരുടെ കണ്ണിലെ കരടാണ്. ഈ ചൈനയിൽ നിന്നും സ്വതന്ത്രമാകണം, ചൈനയുടെ ഈ ഭരണത്തെ ഒന്നും അവർ അംഗീകരിക്കുന്നില്ല എന്ന രീതിയിലൊക്കെ തന്നെയാണ് ടിബറ്റിലെ ആളുകൾ, ദലൈലാമ അല്ലെങ്കിൽ ടിബറ്റ് ബുദ്ധമത വിശ്വാസികളൊക്കെ തന്നെയും കാര്യങ്ങളുമായിട്ട് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഒരു കാര്യങ്ങൾ കൊണ്ടൊക്കെ തന്നെയും അടുത്തൊരു ദലൈലാമ വരിക എന്ന് പറയുന്നത് ചൈനയെ സംബന്ധിച്ചിടത്തോളം അതും പ്രശ്നങ്ങൾ നിറഞ്ഞിട്ടുള്ളതാണ്. ഇതോടുകൂടി അവസാനിച്ചെങ്കിൽ അത്രയും നല്ലതെന്ന രീതിയിൽ തന്നെയാണ് ചൈന ഈ കാര്യങ്ങളെ നോക്കിക്കാണുന്നത്. പക്ഷേ ഈ വരാനിരിക്കുന്ന ദലൈലാമ തങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും അത് ചൈനയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഗുണം ചെയ്യുന്ന കാര്യമായിരിക്കും. അപ്പോൾ അതിന് വേണ്ട ചില കാര്യങ്ങളൊക്കെ തന്നെയും ഓൾറെഡി അവർ ചെയ്തു കഴിഞ്ഞിട്ടുമുണ്ട്. അതിൽപ്പെട്ട ഒരു കാര്യമാണ് പുനർജനിക്കുന്നതിന് മുൻകൂട്ടി അനുമതി, ചൈനീസ് ഗവൺമെൻറ്റിൻ്റെ അനുമതി മേടിക്കണമെന്ന രീതിയിലുള്ള ചില വിചിത്രമായിട്ടുള്ള നിയമങ്ങളൊക്കെ തന്നെയും ചൈനയിൽ അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അടുത്ത ദലൈലാമയെ തിരഞ്ഞെടുക്കാനുള്ള പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ, അവകാശങ്ങൾ ചൈനീസ് ഗവൺമെൻറ്റിന് മാത്രമാണ് എന്ന രീതിയിലുള്ള ചില അടിച്ചേൽപ്പിക്കുന്ന രീതിയിലുള്ള നിയമങ്ങളും അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിനൊക്കെ തന്നെയും നിലവിലെ ദലൈലാമയും സംഘവും ഒക്കെ പൂർണ്ണമായിട്ടുള്ള വിയോജിപ്പുകളിലൂടെ തന്നെയാണ് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല മറ്റൊരു എടുത്തു പറയേണ്ട കാര്യം പഞ്ചൻ ലാമയുമായി ബന്ധപ്പെട്ടാണ്. ഒരു ദലൈലാമ മരണപ്പെട്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പുനർജന്മത്തെ കണ്ടെത്തുന്ന കാര്യത്തിൽ വലിയൊരു റോള് വഹിക്കുന്ന ഇവരുടെ ഇടയിൽ ഏറ്റവും അധികം പ്രാധാന്യമുള്ള രണ്ടാമത്തെ വ്യക്തിയാണ് ഈ പഞ്ചൻ ലാമ എന്ന് പറയുന്നത്.
ഇനിയിപ്പം ഒരു പഞ്ചൻ ലാമയാണ് മരണപ്പെടുന്നതെങ്കിൽ അടുത്തൊരു പഞ്ചൻ ലാമയെ തിരഞ്ഞെടുക്കുന്നത് ആ ഒരു സമയത്തുള്ള ദലൈലാമയായിരിക്കും. അങ്ങനെയാണ് മൊത്തം ഇവരുടെ ആ ഒരു സിസ്റ്റം മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ 1995 ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന പഞ്ചൻ ലാമയുടെ മരണത്തെ തുടർന്ന് പുതിയൊരു പഞ്ചൻ ലാമയെ ഇന്നത്തെ ദലൈലാമ തിരഞ്ഞെടുക്കുന്നുണ്ട്. പക്ഷേ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആ തിരഞ്ഞെടുത്ത ബാലനെയും കുടുംബത്തെയും കാണാതാവുകയാണ്. ചൈനീസ് ഗവൺമെൻറ് അവരെ തട്ടിക്കൊണ്ടുപോയി എന്ന് തന്നെ വിശദീകരിക്കാം. എത്രയൊക്കെ തിരിഞ്ഞിട്ടും അവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇന്നും ഒരുപാടധികം വർഷങ്ങൾക്കിപ്പുറവും അവർക്ക് എന്ത് സംഭവിച്ചു എന്നോ അവരെങ്ങോട്ട് പോയി എന്നോ ആ പഞ്ചൻ ലാമ ഇപ്പോഴും ജീവനോടുകൂടെ ഉണ്ടോ എന്ന കാര്യങ്ങൾ പോലും ആർക്കും അറിയില്ല. അപ്പം ഈ ഒരു പഞ്ചൻ ലാമയ്ക്ക് പകരമായിട്ട് ചൈനീസ് ഗവൺമെൻറ് അവരോട് ചായ്വുള്ളൊരു വ്യക്തിയെ പഞ്ചൻ ലാമയായിട്ട് അന്ന് നിയമിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നിലവിൽ ചൈനയുടെ ഭാഗത്തു നിന്നുള്ള ഒരു പഞ്ചൻ ലാമ ടിബറ്റിലെ ബുദ്ധിസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ടിബറ്റിലെ ബുദ്ധമത വിശ്വാസികളോ അല്ലെങ്കിൽ ദലൈലാമയോ അദ്ദേഹത്തിൻ്റെ അനുയായികളോ ഒന്നും തന്നെ ഈ പഞ്ചൻ ലാമയെ അംഗീകരിക്കാത്തൊരവസ്ഥയിലൂടെ തന്നെയാണ് കാര്യങ്ങളിപ്പോൾ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇത്തരം ഒരു അവസ്ഥയിൽ നിലവിലുള്ള ദലൈലാമ മരണപ്പെടുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും ചൈനീസ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് അവരൊരു ദലൈലാമയെ തിരഞ്ഞെടുക്കാൻ അല്ലെങ്കിൽ ഒരു പുനർജനിച്ച ദലൈലാമയാണെന്ന് പറഞ്ഞ ഒരാളെ കൊണ്ടുവരാനുള്ള സാധ്യതകൾ അവിടെ വളരെ കൂടുതലാണ്. ഇതിനെ പൂർണ്ണമായിട്ടും ഡിഫെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ തന്നെയും ഇതിനോടകം തന്നെ 14ാമത്തെ നിലവിലുള്ള ദലൈലാമ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുമുണ്ട്. അതിലൊന്നാമതായിട്ട് വരുന്ന കാര്യം, പുനർജന്മം എടുക്കണമെന്ന് യാതൊരു വിധത്തിലുള്ള നിർബന്ധവുമില്ല. ഒരു പക്ഷേ പുനർജന്മം എടുക്കാതിരിക്കാം. അതല്ലെങ്കിൽ ചിലപ്പോൾ ഒരു സ്ത്രീ ആയിട്ട് താൻ പുനർജനിക്കാം എന്ന് പറയുന്നൊരു കാര്യമാണ്. രണ്ടാമതായിട്ട് വരുന്ന ഒരു കാര്യം, ഒരു സ്വതന്ത്ര രാജ്യത്തായിരിക്കും താൻ ഇനി പുനർജനിക്കുക അല്ലെങ്കിൽ അടുത്ത ലാമയായിട്ട് ഒരു പുനർജന്മം ഉണ്ടാകുക എന്നൊരു കാര്യമാണ്. ഒരുപാടധികം ആളുകൾ ഇതിനെ സൂചിപ്പിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് തന്നെയായിരിക്കും അടുത്ത ദലൈലാമ ഉണ്ടാവുക അല്ലെങ്കിൽ ആ പുനർജന്മം വരിക എന്നൊരു കാര്യമാണ്. അതുപോലെ തന്നെ അടുത്തതായിട്ട് വരുന്നത്, ഈ പുതിയ ദലൈലാമയെ തിരഞ്ഞെടുക്കാനുള്ള പൂർണ്ണമായിട്ടുള്ള ചുമതല ഗതൻ ഫോദ്രോങ് എന്ന് പറയുന്ന ട്രസ്റ്റിനായിരിക്കും എന്ന് പറയുന്ന കാര്യമാണ്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ചൈനീസ് ഗവൺമെൻറ്റിൻ്റെ ഈ ആധിപത്യത്തെ പൂർണ്ണമായിട്ടും തടയിടാൻ വേണ്ടിയിട്ട് ദലൈലാമ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുള്ളത്. അതായത് ഇപ്പോൾ നിലവിലുള്ള ദലൈലാമ മരിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഭാഗത്ത് നിന്ന് ഒരാളെ തീർച്ചയായിട്ടും കണ്ടുപിടിച്ച് ഇന്ത്യയിൽ നിന്നുള്ള ഒരാളെ മുന്നോട്ടേക്ക് കൊണ്ടുവരുന്നതായിരിക്കും. അതുപോലെ തന്നെ ചൈനയുടെ ഭാഗത്ത് നിന്നും ഇതുപോലെ തന്നെ ഒരു ദലൈലാമയെ കൊണ്ടുവരുന്നതായിരിക്കും. അതിനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതായത് നിലവിലെ ദലൈലാമ മരിച്ചു കഴിഞ്ഞാൽ 2 ദലൈലാമകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണെന്ന് ചുരുക്കം. അപ്പം ദലൈലാമയെ എപ്പോഴും ഇന്ത്യ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട്, സന്യാസിമാരെ ഇന്ത്യ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയും ഒരു ചൈന ഇന്ത്യ കോൺഫ്ലിക്റ്റുകളിലേക്കൊക്കെ തന്നെയും ഇത് നീങ്ങാനുള്ള വലിയ തോതിലുള്ള സാധ്യതകൾ നമുക്ക് ഇപ്പോഴേ അവിടെ നോക്കി കാണാനും സാധിക്കുന്നുണ്ട്. ഇനി അടുത്ത ദലൈലാമയെ എങ്ങനെയായിരിക്കും തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ ആ പുനർജന്മത്തെ എങ്ങനെയായിരിക്കും ഇവർ കണ്ടുപിടിക്കാൻ പോകുന്നത്? അതിൽ നമ്മൾ മുമ്പേ പറഞ്ഞതുപോലുള്ള ചില ലക്ഷണങ്ങൾ തന്നെയാണ് ആദ്യമായിട്ട് ഇവർ കാത്തിരിക്കുന്നത്. പുതിയ പുനർജന്മവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില പ്രത്യേക തരത്തിലുള്ള ലക്ഷണങ്ങൾ ഇവർക്ക് ദർശിക്കാൻ സാധിക്കുന്നതായിരിക്കും. പ്രത്യേകിച്ച് ചില സ്വപ്ന ദർശനങ്ങളൊക്കെ തന്നെ ഉണ്ടാകുന്നതായിരിക്കും. അതുപോലെ തന്നെ മുമ്പേ പറഞ്ഞ പോലെ ഡയറക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയും ഈ ദലൈലാമ മരണപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ദഹിപ്പിക്കുന്ന അവസരത്തിൽ ആ പുക പോകുന്ന ഡയറക്ഷൻ നോക്കിയിട്ടൊക്കെ തന്നെയും ഇവർ കണ്ടെത്തുന്നുണ്ടാകും. അതോടൊപ്പം തന്നെ ജ്യോതിഷവും മറ്റു ചില കാര്യങ്ങളും എല്ലാം കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് ഒരു വലിയൊരു സെർച്ച് ടീമിനെ നിയോഗിച്ചുകൊണ്ടൊക്കെ തന്നെയാണ് അടുത്തൊരു ദലൈലാമയെ ഇവർ കണ്ടെത്താൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിൽ തന്നെ ഇപ്പോൾ ഉള്ള ദലൈലാമ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ വസ്തുക്കളൊക്കെ തന്നെയും വെച്ചിട്ട് ചെറിയൊരു പരീക്ഷണം കൂടെ, മുമ്പേ നമ്മൾ പരാമർശിച്ചതുപോലുള്ളൊരു പരീക്ഷണം കൂടെ നടത്തിയിട്ടായിരിക്കും അയാൾ തന്നെയാണ് 15ാമത്തെ ദലൈലാമ എന്ന രീതിയിലുള്ള കൺഫർമേഷനിലേക്കൊക്കെ തന്നെയും ടിബറ്റ് ബുദ്ധിസത്തിലെ ആളുകൾ ഒടുവിൽ എത്തിച്ചേരുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോസോടെ വൈൻഡപ്പാണ്. വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു കാലഘട്ടത്തിലും നമ്മളിപ്പോൾ പുനർജന്മവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയും സംസാരിക്കുക എന്നൊക്കെ പറയുമ്പോൾ കുറച്ചധികം വിയേർഡായിട്ടുള്ള എന്നാൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ആശ്ചര്യകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണല്ലേ. ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴ്ന്ന് രേഖപ്പെടുത്താൻ മറക്കരുത്. ഇതൊക്കെ തന്നെ ഈ പറഞ്ഞതുപോലെയുള്ള വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഒരുപാടധികം ആളുകൾ ഇതൊക്കെ തന്നെയും പൂർണ്ണമായിട്ടും വിശ്വസിച്ച് അതിലങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മളെപ്പോഴും മറ്റുള്ള മതങ്ങളൊക്കെ തന്നെയും പൂർണ്ണ മനസ്സോടുകൂടി തന്നെ അംഗീകരിക്കാനും ബഹുമാനിക്കാനും ഒക്കെ തീർച്ചയായിട്ടും എപ്പോഴും ശ്രമിക്കുക. ഇവിടെ ഈ പറഞ്ഞതുപോലുള്ള പുനർജന്മവുമായി ബന്ധപ്പെട്ട് ഇനി എന്തെല്ലാം കാര്യങ്ങൾ സംഭവിക്കുമെന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ കണ്ടറിയേണ്ട കാര്യങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ച് 2 രാജ്യങ്ങൾക്കിടയിൽ പോലും ഇത്തരത്തിലുള്ള ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, ഇപ്പം ദലൈലാമയുടെ 90ാമത്തെ പിറന്നാളിനൊക്കെ തന്നെയും വ്യത്യസ്ത രീതിയിലുള്ള ആശംസകളുമായിട്ട് കേന്ദ്രമന്ത്രിമാരും
ഒക്കെ തന്നെയും എത്തിച്ചേരുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില അസ്വാരസ്യങ്ങൾ ഓൾറെഡി ചൈനയുടെ ഭാഗത്തു നിന്ന് ഉയരുന്നുണ്ട്. അതുപോലെ തന്നെ മുൻപേ ദലൈലാമയുടെ പിറന്നാളൊക്കെ തന്നെയും പരസ്യമായ രീതിയിൽ നമ്മുടെ പ്രധാനമന്ത്രി അറിയിച്ചതിനെ തുടർന്നിട്ടുള്ള ചില അസ്വാരസ്യങ്ങൾ ആ ഒരു അവസരങ്ങളിലും ചൈന അറിയിച്ചിട്ടുണ്ടായിരുന്നു. രാഷ്ട്രീയപരമായിട്ടുള്ള നയതന്ത്രപരമായിട്ടുള്ള ചില കാര്യങ്ങൾ കൂടെ ഈ ഒരു വിഷയത്തിനകത്ത് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തൊക്കെ തന്നെയായാലും ടിബറ്റ് ചൈനയുടെ ഭാഗമാണ് എന്ന രീതിയിലുള്ളൊരു സ്റ്റാൻഡ് തന്നെയാണ് എക്കാലത്തും ഇന്ത്യ എടുത്തിട്ടുള്ളത്. എന്നാൽ ഇതുപോലെ തന്നെ ഈ ദലൈലാമയുമായി ബന്ധപ്പെട്ട രീതിയിലുള്ള പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ടുകൾ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യത്തിലും ഇന്ത്യ എപ്പോഴും മുൻപേ തന്നെ ഉള്ളതെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴ്ന്നു രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ഇതിൽ നിന്ന് ഒരുപാട് വീഡിയോസിലുമായിട്ട് കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടെ ബൈ.